നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു ധീരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെൻ്ററി അംഗത്വത്തിൽ നിന്നുമൊക്കെ സസ്പെൻഡ് ചെയ്തു. നല്ല കാര്യം. ഇതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുകയാണ് കോൺഗ്രസ് പാർട്ടിയിലെ വി ഡി സതീശൻ അടക്കമുള്ള സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കന്മാർ. കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് നടത്തിയ പത്രസമ്മേളനത്തിൽ രാഹുൽ എൻ്റെ പോക്കറ്റിലിരിക്കുകയാണ്, ഞാൻ എടുത്ത് തരാമെന്ന് പറയുന്ന രീതിയിൽ വളരെ പരിഹസിക്കുന്ന തരത്തിലുള്ള മറുപടികൾ പറയുന്നു. ഇത് ഞങ്ങൾ പരാതി കിട്ടിയ പാടെ തന്നെ രാഹുലിന് എതിരായി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയം ഉയർന്നു വന്ന പാടെ തന്നെ ഞങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു. CPM ഇത് സ്വീകരിച്ചില്ല. നടൻ മുകേഷിനെ അതല്ലെങ്കിൽ MLA മുകേഷിനെ സംരക്ഷിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ, PK ശശിയുടെ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ തുടങ്ങി നിരവധിയായ കാരണങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ഇവിടെ CPMകാരെല്ലാവരും ഇത്തരത്തിൽ കുടിലത കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിനെ ചില നേതാക്കൾ, ടി സിദ്ദിഖ് അടക്കമുള്ള പല നേതാക്കന്മാരും ഈ വിഷയങ്ങളിൽ നിന്ന് തെന്നിമാറി നിന്നുകൊണ്ട് ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്തു, ഇവിടെ ശബരിമല എന്ന് പറയുന്ന അതായത് വിശ്വാസികളെ നശിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണത്തിൻ്റെ പാതയിലാണ് ഞങ്ങൾ, അവിടെ ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഇറക്കിക്കൊണ്ടുവന്ന പുതിയൊരു സാധനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി. അങ്ങനെ തുടങ്ങി രാഹുലിനെ വിശുദ്ധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും, അതായത് നരാധമനായ ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പറയാമോ അതെല്ലാം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഭാഗം നീതീകരിക്കുകയാണ് ശരിക്കും ഈ കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നടപടി സ്വീകരിച്ചത്? 2025 എന്ന് പറയുന്ന വർഷം. ഏതാനും മാസങ്ങൾക്ക് മുൻപ്, 38 ദിവസം ഒളിവിലിരിക്കുന്നതിന് തൊട്ട് മുൻപ്, അതിനുശേഷം ഈ നേതാക്കന്മാരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ എന്താ പറയുക, മനുഷ്യനെന്ന് വിളിക്കണോ അതോ മനുഷ്യ മൃഗമെന്ന് വിളിക്കണോ എന്നറിയില്ല, പുള്ളിക്കാരൻ സഭയിലെത്തുന്നു. അപ്പോഴും കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഈ പറയുന്ന നേതാക്കന്മാരെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. എല്ലാം ഒരു വകകളാണെന്നേ. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന പരാതിയിൽ മാതൃകാപരമായ നടപടികളാണോ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ നിന്നുകൊണ്ട് സ്വീകരിച്ചത്? അല്ല, ഒരിക്കലുമല്ല. അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങരുത്. ആ ഒരു അവകാശവാദവുമായി നാണക്കേടാണ്. ഇതിനു മുൻപായി ഉയർന്നു വന്ന പരാതി, അതായത് വെള്ളായണിയിലടക്കമുള്ളൊരു പോക്സോ കേസ് സെറ്റിലാക്കിയില്ലേ, അതും ഒത്തുതീർപ്പിലെത്തിച്ചു. അതിന് മുമ്പുണ്ടായിരുന്ന പരാതികൾ പലതും ഒത്തുതീർപ്പിലെത്തിച്ചു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഒരു പെൺകുട്ടി വന്നിരുന്നു കൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞപ്പോൾ മാത്രം നിങ്ങൾ നടപടി സ്വീകരിച്ചു. അതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇതൊന്നും നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്ന് 1000 വട്ടം എണ്ണി പറഞ്ഞാലും ഇതൊന്നും സത്യമായി മാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഇതേപോലെ സമാനമായൊരു പരാതി കെ സുധാകരൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന KPCC അധ്യക്ഷൻ്റെ കയ്യിൽ ഒരു പരാതി കിട്ടിയിരുന്നു. അത് ഇവിടെ നിന്നായിരുന്നില്ല, അങ്ങ് ബംഗളൂരുവിൽ നിന്ന്, അതായത് ബാംഗ്ലൂരിൽ നിന്ന്. ബാംഗ്ലൂർ സ്വദേശിനിയായ ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ എപ്പോഴോ പരിചയമുണ്ടായിരുന്നു. ആ പരിചയം വെച്ചുകൊണ്ട്, പരിചയം മുതലെടുത്തുകൊണ്ട് പിന്നീട് ഇൻസ്റ്റാഗ്രാം വഴി പരിചയം പുതുക്കി അവസാനം ടെലഗ്രാമിലേക്ക്, പതിവ് രാഹുൽ സ്റ്റൈൽ ടെലഗ്രാമിലേക്ക് ചാറ്റ് മാറ്റുന്നു. ടെലഗ്രാമിലൂടെ ചാറ്റി അവസാനം ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊള്ളാമെന്ന് പറയുന്ന രീതിയിലേക്ക്, പ്രണയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. 23 വയസ്സ് മാത്രം പ്രായമുള്ളടോ രാഹുലെ, ആ സമയത്ത് തനിക്ക് 30 ഉണ്ടോ പ്രായം എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ 31 ഉണ്ട് പ്രായം. ആ സമയത്ത് രാഹുൽ വീണ്ടും ഇങ്ങനെ ചാറ്റ് ചെയ്ത് വിവാഹാഭ്യർത്ഥന നടത്തുന്നു. ഒടുവിൽ ആ പെൺകുട്ടി പറയുന്നു വീട്ടിൽ സംസാരിക്കാം. ആ പെൺകുട്ടി അങ്ങനെ വീട്ടിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രാഹുലിൻ്റെ വെറും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീട്ടുകാർ പറഞ്ഞു വേണ്ട, നടക്കുന്ന കാര്യമൊന്നുമല്ല. ഏറ്റവും ഒടുവിൽ പിന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കപ്പെടുന്നു. അതും വ്യാജ ID കാർഡ് നിർമ്മാണത്തിലൂടെ. അങ്ങനെ വ്യാജ ID കാർഡ് നിർമ്മാണത്തിലൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി മാറിക്കഴിഞ്ഞപ്പോൾ ആ പേരും പറഞ്ഞുകൊണ്ട് കല്യാണം ആലോചിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഒന്നുമില്ലെങ്കിലും അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരുപക്ഷെ വീട്ടുകാർ കോൺഗ്രസ്സുകാരെ നല്ലപോലെ അറിയാം. അവിടെ നിന്നുകൊണ്ട് അത്യാവശ്യം വെട്ടിപ്പും തട്ടിപ്പും അതുപോലെ നാട്ടുകാരെ കൊണപ്പെടുത്തലും ഒക്കെ കാരണം എങ്ങനെയെങ്കിലും കുറേ കാശുണ്ടാക്കും ഈ ചെറുക്കൻ എന്ന് മനസ്സിലായി കാണും. അങ്ങനെ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഫെനി നൈനാൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തോടിച്ച കാറിൽ ബാംഗ്ലൂരിൽ എത്തിപ്പെടുന്നു. എൻ്റെ പൊന്നു രാഹുലെ, നിങ്ങളുടെ നാട്ടിലുള്ള എത്ര പേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം? ചാനലിൽ ഏതെങ്കിലും പരിപാടി വരുന്ന സമയത്ത് അവിടെ ചെന്ന് നിന്നുകൊണ്ട് ആൾക്കാരെ കണ്ട് ചിരിച്ചു കാണിക്കുന്നതല്ലാതെ എത്ര പേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം? അങ്ങനെ ഫെനി നൈനാനുമായി നേരെ പോകുന്നു ബാംഗ്ലൂരിലേക്ക് ഈ പെൺകുട്ടിയെ കാണാൻ. എനിക്ക് വീട്ടുകാരെ കാണുന്നതിന് മുമ്പ് നമുക്ക് ഭാവി കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി സംസാരിക്കണം നമുക്ക് ഒരുമിച്ച്.
അങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തിൻ്റെ ഒരു ഹോം സ്റ്റേ തരപ്പെടുത്തുന്നു. അങ്ങനെ ഈ കാറിൽ അവിടെ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ വിളിച്ച് ഹോം സ്റ്റേയിൽ താമസിക്കുന്നു. ആ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗത്തിന്, അതായത് റേപ്പിന് വിധേയയാക്കിയെന്നാണ് ആ കുട്ടിയുടെ പരാതി. അതിക്രൂരമായി ശരീരത്തിലെമ്പാടും മുറിവുകളുണ്ടായി എന്ന് ആ കുട്ടി തന്നെ വ്യക്തമാക്കുന്നു. എന്നിട്ട് തന്നെ വഞ്ചിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി AICCക്ക് പരാതി നൽകി, രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയിരുന്നു. അന്നത്തെ KPCC അധ്യക്ഷനായിരുന്ന K സുധാകരൻ്റെ പക്കലും ഈ പരാതി എത്തിപ്പെട്ടു. ഈ KPCC അധ്യക്ഷനായിരുന്നത് K സുധാകരനും അറിയാം, ഇപ്പോൾ KPCC അധ്യക്ഷനായിരിക്കുന്ന സണ്ണി ജോസഫിനും ഇക്കാര്യങ്ങൾ അറിയാം. സംഭവം നടക്കുന്ന 2023 ഡിസംബർ മാസം. 2023 ഡിസംബർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി അറിയാം, 2 വർഷത്തിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ച കോൺഗ്രസ് ഈ പറയുന്ന 2023 നടപടി സ്വീകരിച്ചിരുന്നോ? ഇല്ല. അതിനുശേഷമല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വയനാടുകാരുടെ ഫണ്ട് തട്ടിച്ചത്, വയനാട് ദുരന്തമുണ്ടാകുന്നതും അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പുനരധിവാസ പദ്ധതി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് കോടികൾ തട്ടിച്ചെടുത്തത്? അതും ഒരു കഥയാണ്. അങ്ങനെ പരാതികൾ പലതും കൊടുത്തിട്ട് പോലും ഇതിനെയൊന്നും തിരിഞ്ഞും തിരുവഴിയും നോക്കിയിട്ടില്ല ഈ കോൺഗ്രസ്സുകാർ. എന്നിട്ടാണ് ഇപ്പം മാതൃകാപരമായ നടപടി സ്വീകരിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് മുകേഷിനെതിരെ സ്വീകരിക്കുന്നില്ല എന്ന് CPM-നെ ചോദ്യം ചെയ്യാൻ യാതൊരു അർഹതയുമില്ല കോൺഗ്രസ്സുകാർക്ക്, ഒരർഹതയുമില്ല. പച്ച പരമാർത്ഥം പോലെ കിടക്കുന്ന അല്ല ഒന്നാന്തരം ഒരു പരാതി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് പോലും എന്ത് നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്വീകരിച്ചത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നു. ഇത് ഒരാൾക്ക് മാത്രമല്ല, മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചോദിക്കും, എന്ത് നടപടി സ്വീകരിച്ചു? ശബരിമലയെ മറച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്ന കള്ളക്കഥയല്ല ഇത് എന്ന് കൃത്യമായി ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട വൈറ്റ് വാഷുകാർക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ. പെയിൻ്റ് അടിക്കാൻ നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ, വെള്ളയടിച്ച് പൂശാൻ, വെള്ള പൂശി ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്താൻ. ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ആൾ രൂപമായ നേതാവ് രാഹുൽ മാങ്കൂട്ടം. കാര്യം ജനസേവനം എന്താണ് എന്നറിയില്ല. ചാനൽ ഫ്ലോറുകൾ കയറി ഇരുന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ വൃത്തികേടുകൾക്ക് വേണ്ടി വാദിക്കുന്നതല്ല കോൺഗ്രസ് പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം. അതിനൊരു മാന്യത ഉണ്ടാവണം. ആ മാന്യത ലെവലേശമില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു പെർവർട്ട് എന്ന് പറയാം. ഒരിക്കലും അർഹിക്കാത്തവൻ്റെ കയ്യിൽ, ഈ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടുക നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേ അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാൾക്ക് ഇത്രയേറെ പ്രാധാന്യം ഈ പറയുന്ന കോൺഗ്രസിൽ ലഭിച്ചതുകൊണ്ട് ഉണ്ടായത്. ഈ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതേ സെയിം ഇൻസിഡൻറ്റിൽ വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു പെൺകുട്ടി, ആ പെൺകുട്ടി അവരെ പീഡിപ്പിച്ചതിന് ശേഷം അവർക്ക് ഗർഭനിരോധന ഗുളികയും അല്ല കൊടുക്കുന്നത്, ഗർഭഛിദ്രത്തിനുള്ള ഗുളിക ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ കൊടുത്ത് വീഡിയോ കോളിൽ അത് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. ആ കുട്ടി പോയ മാനസികമായ അവസ്ഥ അതിദാരുണം എന്നല്ല എന്ത് പറയാൻ. അങ്ങനെ ആ പെൺകുട്ടി ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്നു. 2 തവണ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നല്ലോ. എന്നിട്ടും കോൺഗ്രസ് പറയണേ ഞങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു. VD സതീശനോട് ചോദിച്ചാൽ ഒരു തെറ്റിന് 2 ശിക്ഷ കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് പാലക്കാട് DCC അധ്യക്ഷനും അവിടുത്തെ MP അടക്കമുള്ളവർ തിണ്ണനിറങ്ങാൻ ഇറങ്ങിയപ്പോൾ എപ്പോഴെങ്കിലും ഒരു വാക്കെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ചോദിച്ചോ? നിങ്ങൾ എന്ത് കാണിക്കുകയാണ്? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രചരണത്തിനിറക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം, എന്ത് അവകാശം? എപ്പോഴെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഒരു തവണയെങ്കിലും അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒന്നുണ്ടായതായി പോലും അവിടുത്തെ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നത് പോലുമില്ല. എടുത്ത് തോളെ കയറ്റിക്കൊണ്ട് നടക്കുക മാത്രമല്ല ചെയ്തത്. അയാൾ ഇപ്പോഴും, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ്സിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെല്ലാം പങ്കാളിയാക്കി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കാളിയാക്കി. ഒടുവിൽ അവിടെ നിന്നുകൊണ്ട് ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ, വനിതാ കോൺഗ്രസ്സുകാരുടെ പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സിലെ വനിതാ നേതാക്കന്മാരുടെ പരാതിയുണ്ട്. ഈ പരാതിയൊക്കെ എന്താ അടുപ്പത്ത് വെച്ച് കത്തിച്ചോ അതോ ഭരണർക്ക് ഉണങ്ങാൻ വെച്ചോ? ഇതൊക്കെയാണ് അറിയേണ്ടത്. എന്നിട്ടും പറയാണ് മാതൃകാപരമായ നടപടി സ്വീകരിച്ചു, ഒരു കുറ്റത്തിന് 2 ശിക്ഷ എങ്ങനെ, എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്നിങ്ങനെ തീർത്ത് ഉത്തരവാദിത്തരഹിതമായ ഡയലോഗ് വീശാനല്ലാതെ എപ്പോഴെങ്കിലും എന്തിനെങ്കിലും നടപടി സ്വീകരിച്ചതായി ഒന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ 2024 നിങ്ങൾ പരാതി സ്വീകരിക്കണമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടേയില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടേയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ അവിടെ കൊണ്ടുവന്ന് ഒരു പാവപ്പെട്ട ഒരു 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയ ഒരാളുടെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് ഒത്തുതീർപ്പാക്കാൻ വെമ്പൽ കൊണ്ടോടുകയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി. ഒത്തുതീർപ്പാക്കാൻ കുറ്റകരമായ അനാസ്ഥ. ഈ സെക്ഷൽ പെർവർട്ടിനെ വളരാൻ അനുവദിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്.
ഇവിടം വരെ കൊണ്ടെത്തിച്ചതും ഈ നാടൊട്ടുക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടാൻ വിട്ടതും കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. എനിക്ക് കാലും എൻ്റെ കൈകളും ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാകുമെന്ന് നേതൃത്വത്തോടുള്ള വെല്ലുവിളിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയത്. അതിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞോ? അതിനെ ചോദ്യം ചെയ്തിട്ടേയില്ല, ചോദ്യം ചെയ്യാനും കഴിയില്ല. കാര്യം കോൺഗ്രസിൻ്റെ ഒരു വലിയ വിഭാഗത്തെ സൈബർ കൂട്ടങ്ങളെന്ന് പറയുന്ന ഒരു ഗുണ്ടാപ്പടയെ നിയന്ത്രിക്കുന്നത് പോലും ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതേ പേടിയാണ് പല നേതാക്കന്മാർക്കും. ഈ പറയുന്ന KPCC അധ്യക്ഷൻ്റെ കയ്യിലാണ് 2023 ബംഗളൂരു സ്വദേശിയായ പെൺകുട്ടി പരാതി എഴുതി കൊടുത്തത്. അങ്ങനെ ഒരു പരാതി കയ്യിൽ കിട്ടിയിട്ട് പോലും അവൻ നിഷ്കളങ്കനാണ് എന്ന് പറയാൻ കെ സുധാകരൻ എന്ന് പറയുന്ന മടുവാഴ കാണിച്ച ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, ഒരു ആത്മാർപ്പണം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഈ ഒരു പരാതി കയ്യിൽ കിട്ടിയിരുന്നിട്ട് പോലും നിഷ്കളങ്കനാണ്, രാഷ്ട്രീയ ഭാവിയുണ്ട്, അവനോടൊപ്പം ഞാൻ വേദി പങ്കിടും എന്ന് പറഞ്ഞ മോൻസൺ മാവുങ്കലിൻ്റെ ഉറ്റ സുഹൃത്തല്ലേ ഈ കെ സുധാകരൻ. ഞാൻ ഇടയ്ക്ക് പിന്നെ അവിടെ തിരുമലിന് പോവും എന്ന് പറഞ്ഞല്ലേ മോൻസൺ മാവുങ്കലിൻ്റെ അടുക്കെ. അവിടെ നടന്ന ബിസിനസ് എന്തായിരുന്നു? അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ആളുകളെല്ലാം വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അങ്ങനെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ വീണ്ടും ആ പരാതി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതിനായി AICCക്ക് 100-ലധികം പരാതി കിട്ടിയിട്ട് AICCക്ക് തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ? KPCCയോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ പിന്നെ ഈ പറയുന്ന AICC നേതൃത്വം? ആ AICCയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ ഇപ്പോൾ ഇവനെ പ്രൊട്ടക്ട് ചെയ്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നത്, KC വേണുഗോപാൽ. അപ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം? പിന്നെ എന്താണ് കോൺഗ്രസ് ജനങ്ങളോട് കാണിക്കുന്ന ഒരു വിധേയത്വം? അങ്ങനെയൊന്നില്ല. എന്നിട്ടും പറയുകയാണ് മുകേഷിനെതിരെ CPM നടപടിയെടുത്തോ, ശശിക്കെതിരെ നടപടിയെടുത്തോ? തിരിച്ചു ചോദിക്കാം, എൽദോസ് കുന്നപ്പള്ളി എന്ത് ചെയ്തു കോൺഗ്രസ്? എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും ഞെളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ സഭയിൽ, MLA ആണല്ലോ. വിൻസെൻ്റ് MLA തിരുവനന്തപുരത്ത് കോവളത്തുനിന്നുള്ളേ എന്ത് നടപടി സ്വീകരിച്ചു? ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതേ പറയുന്ന VS ശിവകുമാർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ ഒറ്റ സുഹൃത്തായിരുന്നല്ലോ ഫ്രാങ്ക്ലിൻ, എന്ത് നടപടി സ്വീകരിച്ചു? ഒരു വീട്ടമ്മയുടെ മരണത്തിന് കാരണക്കാരനായി മാറിയ നെയ്യാറ്റിങ്കര നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സുകാരനാണ്, എന്ത് നടപടി സ്വീകരിച്ചു? എന്നിട്ടും പറയുകയാണ് ഞങ്ങൾ മാതൃകാപരമായ നടപടിയാണ് സ്വീകരിച്ചതെന്ന്. എണ്ണി പറയാനുണ്ടെന്നേ, എണ്ണി പറയാനുണ്ട്. കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുള്ള ജനസേവനത്തിൻ്റെ കഥകൾ, അതിൻ്റെ അവസാനത്തെ ഏട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം അല്ലെ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഒരു യുവതി ഇത് വെളിപ്പെടുത്തലുമായി പുറത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതൊക്കെ അടഞ്ഞ അധ്യായമായി തന്നെ ഇരുന്നേനെ. ഒരു ട്രാൻസ്ജെൻഡറിനോട് പോലും എന്ത് വൈകൃതമാണ് ഇയാൾ കാണിക്കുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു യുവതിയോട് പോലും വളരെ മോശമായ രീതിയിൽ എന്താണ് ആ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയെന്ന് നമുക്കറിയാമല്ലോ, അതുപോലും പറഞ്ഞു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ചില കള്ളക്കഥകൾ ഉണ്ടാക്കി മാധ്യമങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു, സമയം തിരുത്തി പിന്നെ വോയിസ് എടുപ്പിച്ചതിന് ശേഷം. എന്തൊക്കെ നാണം കെട്ട കള്ളക്കളികളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇത് കിടന്നിട്ട് കളിച്ചത്. ഇതിൻ്റെ എല്ലാം പ്രതിഫലമാണ് ഇനി കിട്ടാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു, രാഹുൽ നിഷ്കളങ്കനല്ല, അതാദ്യം മനസ്സിലാക്കുക. ഈ വെളുപ്പിച്ചെടുക്കാൻ നടക്കുന്നവരെല്ലാം ഒന്ന് വ്യക്തമായി ബോധ്യപ്പെടുക. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിനെ എടുത്ത് തലയിൽ വെച്ച് വാഴ്ത്തിപ്പാടുന്നവരുണ്ടല്ലോ, നടപടിയെടുത്തു എന്ന്. ഒരു കുന്തം എടുത്തിട്ടില്ല, മാതൃകാപരമായ നടപടിയേ അല്ല. ആൾക്കാർ ചർച്ച ചെയ്തു തുടങ്ങിയപ്പോൾ മാത്രം മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ നടപടിക്കൊന്നും യാതൊരു പ്രാധാന്യവും നമുക്ക് കാണാൻ സാധിക്കില്ല.